ശ്രീ അനിൽ, ഇപ്പോൾ ഈ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? നിലവിൽ 6 പരാതികൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനു റിമാൻഡിലായി അകത്ത് കിടക്കുന്നത്, അല്ലേ? പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ ഞങ്ങൾക്ക് അതിലൊരു അവിശ്വാസം തോന്നുന്നില്ല. കാരണം ഈ അടുത്ത സമയത്തായിട്ട് വളരെ ഊർജിതമായി തന്നെ പോകുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ ഈ 6 കുട്ടികളുടെ പേരിൽ 6 കുട്ടികൾ പരാതി കൊടുത്തിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ശരിക്കും ശരിയായ രീതിയിൽ ഇത് അന്വേഷിച്ചാൽ 6 ആണോ 60 ആണോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം ഒരു 10 വർഷത്തോളം നീണ്ട ഒരു കാലഘട്ടത്തിൽ ഇയാൾ കയ്യിലൂടെ പോയ ഒരു 90% കുട്ടികളെയും കൈവച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പോലെ ആദ്യം ഈ അപ്പർ ബോഡി നഗ്ന ചിത്രമാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് BCCIക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തു പോയ ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ ക്രിക്കറ്റ് നിർത്തിപ്പോയ ഒരുപാട് കുട്ടികളുണ്ട്. ഈ ക്രിക്കറ്റേ വേണം, ഈ ക്രിക്കറ്റിലേക്ക് വരുന്നത് തന്നെ ഒരുപാട് പാഷൻ്റെ പുറത്താണ്. ഇതിൽ വന്ന് പെട്ട് അവസാനം ഇവൻ കാരണം ക്രിക്കറ്റ് തന്നെ വേണ്ടെന്ന് ഉപേക്ഷിച്ച് പോയ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നാട് വിട്ട കുട്ടികളുണ്ട്. തിരുവനന്തപുരം വിട്ട് മറ്റ് ജില്ലകളിലേക്ക് പോയവരുണ്ട്. അതുപോലെ സംസ്ഥാനം വിട്ടു പോയവരുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ ഈ 6 എന്നുള്ളതൊക്കെ ഒരുപാട് സംഖ്യ കൂടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യമാണ് ഇവൻ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം KCA അല്ലെങ്കിൽ TDCയോ പ്രതിരോധത്തിലാക്കണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹവുമില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികൾ ക്രിക്കറ്റിനോട് അങ്ങേയറ്റം പാഷനോട് കൂടി വന്നവരാണ്. ക്രിക്കറ്റിന് വേണ്ടി ക്രിക്കറ്റിൽ എവിടെയെങ്കിലും എത്തണം എന്ന വലിയ മോഹവുമായിട്ട് പോകുന്നവരാണ് ഞങ്ങളുടെ കുട്ടികൾ. സ്കൂളിൽ പോലും റെഗുലറായി പോകാൻ അവർക്ക് കഴിയാറില്ല. അവർ മുഴുവൻ സമയം ക്രിക്കറ്റ് പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെച്ച് അതിനുവേണ്ടി എല്ലാം ത്യജിച്ച് മാറ്റിവെച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളും അതിനേക്കാൾ കൂടുതൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന രക്ഷിതാക്കളുമാണ് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ക്രിക്കറ്റ് ഞങ്ങളുടെ എല്ലാമാണ്. അപ്പോൾ ക്രിക്കറ്റിൻ്റെ അസോസിയേഷൻ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ വേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടെ നിന്ന് അസോസിയേഷൻ തീർച്ചയായും ഞങ്ങൾക്കൊപ്പം നിൽക്കും, ഞങ്ങളെ ചേർത്ത് വയ്ക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം അങ്ങനെ തന്നെ ആവണം എന്ന് തന്നെയാണ് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എൻ്റെയും ആഗ്രഹം. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന, ഞാൻ തന്നെ ഇപ്പോൾ ഈ കുട്ടികളിൽ പലരെ ഞാൻ നേരിട്ട് കാണേണ്ടി വന്നു. പല രക്ഷിതാക്കളെ നേരിട്ട് കാണേണ്ടി വന്നു. അവരിൽ എൻ്റെ കുട്ടി തന്നെ വളരെ ചെറിയ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയതാണ്. അവൾക്ക് എന്നിട്ട് തന്നെ അവൾ അതിന് വഴങ്ങിയില്ല എന്നുള്ളത് കൊണ്ട് അവൾ ഈ ഏതാണ്ട് 1 വർഷക്കാലമായിട്ട് അനുഭവിച്ച കൊടിയ പീഡനം, കാരണം ശാരീരികമായി ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് പല കളികളിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്, പല പ്രധാനപ്പെട്ട സെലക്ഷനുകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവനിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ മുന്നേ കൂട്ട് കണ്ടുകൊണ്ടാണ് ഏപ്രിൽ 19-ാം തീയതി ഞാൻ TDCIക്ക് ഒരു പരാതി കൊടുക്കുന്നതും എൻ്റെ കുട്ടിയെ ഞാൻ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് മാറ്റുന്നതും. ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കാണേണ്ടി വന്നു. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഒരുപാട് പേരൻസുമായിട്ട് സംസാരിക്കേണ്ടി വന്നു. അവരുടെയൊക്കെ മുഖത്ത് നോക്കാനോ അവരുടെ അവരുടെ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് കണ്ടു നിൽക്കാനോ കഴിയില്ല. കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ രാവിലെ മുതൽ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓരോ ഗ്രൗണ്ടുകളിൽ പോയി കിടക്കുകയും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും അവരുടെ പലരും ഈ കേസിൽ വരുന്ന പല പേരൻസിനെ സംബന്ധിച്ചോളം പറഞ്ഞാലും അവരൊക്കെ ഈ നിത്യ ജീവിതത്തിന് വേണ്ടി പോലും ബുദ്ധിമുട്ടുന്നവരാണ്. ഇങ്ങനൊരു ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമിന് വേണ്ടി ശരിയായ രീതിയിൽ ഫണ്ട് ഇറക്കാൻ പോലും അവരുടെ കയ്യിലില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവരുടെ പലതും വിറ്റുപെറുക്കി ഒരു കുട്ടിക്ക് ഗ്ലൗസ് വാങ്ങിക്കാനോ എന്തിനോ വേണ്ടിയിട്ട് വീടിൻ്റെ ഗേറ്റ് ഇളക്കിക്കൊണ്ടുപോയി വിറ്റിട്ട് കൊണ്ടുവന്ന് ഗ്ലൗസ് വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു പേരൻറ്റിനെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ അത്രമാത്രം കഷ്ടപ്പെട്ട് വരുന്ന ഒരു വിഭാഗം പേരൻസ് ഉണ്ട്. ഞാനിപ്പോൾ അസോസിയേഷനെയോ അല്ലെങ്കിൽ കോച്ചിനെയോ മാത്രമല്ല, പേരൻസിൻ്റെ ഭാഗത്തും ഒരുപാട് പ്രശ്നക്കാരുണ്ട്. തങ്ങളുടെ കുട്ടികളെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ വിവരങ്ങൾ പുറത്തു വരുമ്പം ഞങ്ങളെപ്പോലുള്ള പേരൻസ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഓടുമ്പോഴും ഇത് ഞങ്ങളൊക്കെ എന്തോ ട്രാപ്പിട്ട് ഈ സാധുവായ മനുഷ്യനെ കുരുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു നടക്കുന്ന പേരൻസ് ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് കാരണം ഒരു പേരൻ്റ്, ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഒരു പേരൻ്റ് എന്നോട് സംസാരിക്കുകയുണ്ടായി ഈ സംഭവം അറിഞ്ഞ ശേഷം. അതായത് ഞാൻ ആദ്യത്തെ പരാതി TDCIക്ക് കൊടുക്കുന്ന പരാതിയുടെ സമയത്ത് എന്നോട് പറഞ്ഞു, മനുവിനെ ഞങ്ങൾക്ക് 10 വർഷമായിട്ടറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മകൾ 10 വർഷമായിട്ട് അവിടെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ മകനും പഠിക്കുന്നുണ്ട് അവിടെ. എനിക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് മനുവിനെ എനിക്കറിയാം എന്ന് വാദിച്ച ഒരു കക്ഷി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ ആദ്യത്തെ പോസ്കോ ഒരു തമിഴ് കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു കേസിൻ്റെ സമയത്ത് ഇതേ പേരൻ്റ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് തീയില്ലാതെ പുകയുണ്ടാകുമെന്ന് അന്ന് ചോദിച്ച കക്ഷിയാണ് ഇപ്പോൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി ഇത് പറയുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് എന്നിട്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നു, കഴിഞ്ഞ സെലക്ഷൻ സമയത്ത് എൻ്റെ മകന് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയില്ല, എനിക്കതിനകത്തിൽ ഒരു പരാതിയുമില്ല, കാരണം എൻ്റെ മകൻ പെർഫോം ചെയ്തില്ല, അതുകൊണ്ട് എൻ്റെ മകന് സെലക്ഷൻ കിട്ടാതിരുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ കക്ഷിയാണ് എന്നോട് പറയുകയാണ് 10 വർഷമായിട്ട് എനിക്ക് മനുവിനെ അറിയാം എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ മകന് ഞാൻ നോക്കുമ്പോൾ അടുത്ത ഡിസ്ട്രിക്ട് മത്സരം നടക്കുമ്പോൾ ഈ ആദ്യത്തെ പ്ലേയിങ് 11-ൽ ഇദ്ദേഹത്തിൻ്റെ മകനുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്ന് ഒരു അഭിപ്രായം മാറ്റാൻ ഒരു പേരൻറ്റിന് കഴിഞ്ഞു എന്ന്. അപ്പോൾ അങ്ങനെയുള്ള പേരൻസും ഇതിൽ കുറ്റക്കാരായിട്ട് തന്നെയുണ്ട്. അതും എല്ലാ മേഖലയിലേക്കും അന്വേഷിക്കണം. കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടി ജീവിതവും ജീവനും കളഞ്ഞ് കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് പേരൻസിന് കിട്ടുന്ന ഒരു വലിയ എന്താ പറയുക, നമുക്കൊന്നും അത് സമാനതകളില്ല. അവരുടെ വിഷമം പങ്കുവെക്കാൻ നമുക്ക് കഴിയില്ല. അത്രത്തോളം ഇന്നും പല കുഞ്ഞുങ്ങളെ ഫേസ് ചെയ്ത് അവരുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഫേസ് ചെയ്യുന്നില്ല. അവർ ഭക്ഷണം കഴിക്കുന്നില്ല, അവർ ഉറങ്ങുന്നില്ല. ഇതൊക്കെ നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. അസോസിയേഷൻ ഈ സമയത്ത് ചേർന്ന് നിൽക്കണം, കുട്ടികളോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. അവരെ ചേർത്ത് വെക്കണം. ഒരു ദിവസം അവരെ വിളിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെയൊക്കെ വിളിക്കണം, വിളിച്ച് സംസാരിക്കണം. ഞങ്ങൾ കൂടെയുണ്ട്, മാതാപിതാക്കളെ പോലെ തന്നെ ഉത്തരവാദിത്വം ഞങ്ങൾക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ഈ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ അസോസിയേഷന് കഴിയണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഞങ്ങൾക്ക് വെക്കാനുള്ളൂ. അല്ലാതെ ഞങ്ങൾ അസോസിയേഷന് എതിരല്ല. കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കണ്ട. ഇത് ക്രിക്കറ്റ് വിട്ടുപോകുന്ന ഒരുപാട് കുട്ടികൾ ക്രിക്കറ്റ് വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പല കുട്ടികളുടെയും പരാതി മുന്നോട്ട് വന്ന് മനുമാർ അസോസിയേഷനിൽ കടന്നുകൂടിയതുകൊണ്ട് ക്രിക്കറ്റ് തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അഞ്ജു, ഞാൻ വരാം. അനിൽ.